ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക കുറേ ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന പോലെ സെയിം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ കെയർ അല്ലെങ്കിൽ മുടിയുടെ കെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് മുടിയെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് അനുഭവിക്കുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ മുടി ഭയങ്കര ഫ്രിസ് ആവുക, സ്പ്ലിറ്റനിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫേസ് ഒട്ടും തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവാതെ ആ ഒരു ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പ്രോപ്പർ വേയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ലെവൽ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും ഈ ഒരു ഹൈലറോണിക് ആസിഡ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് എന്ന് വെച്ചാൽ അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ മുടിക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ്. അതായത് മറ്റൊന്നുമല്ല, നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുടിയുടെ കെയർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല, ലോറിയൽ പാരീസിൻ്റെ അതായത് നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇതിൽ മെയിൻ വരുന്നത് ഹൈലറോണിക് ആസിഡ് ആണ്. അതായത് ഈ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഹൈലറോൺ മോയ്സ്ചർ ആണ് കേട്ടോ. ലോറിയൽ പാരീസിൻ്റെ ഹൈലറോൺ മോയ്സ്ചർ നൈറ്റ് ക്രീമാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് വെച്ചാൽ 4 ഇരട്ടിയാണ് കേട്ടോ. അത് ഇവിടെ തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4x മോർ ഹൈഡ്രേഷൻ, അതോടൊപ്പം തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ മുടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നൈറ്റ് നമ്മൾ നന്നായിട്ട് മുടിയൊക്കെ നല്ല രീതിക്ക് കോംബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കോംബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ബേസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കോമ്പൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. മാക്സിമം നമ്മൾ ചീർപ്പ് യൂസ് ചെയ്യുമ്പം വുഡ് ബേസ് ആയിട്ടുള്ള ഒരു ചീർപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചാൽ ശരിയാണോ? നമ്മുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റനിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ കുറേ അധികം ഡാമേജസ് നമ്മുടെ മുടിക്ക് സംഭവിക്കും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വുഡ് ബേസ് ആയിട്ടുള്ള ഒരു ചീർപ്പ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം നമ്മുടെ മുടി ചീവി എടുത്തിട്ട് അതിനുശേഷം നമുക്ക് വേണ്ട നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അത്യാവശ്യം നമുക്കറിയാമല്ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ. എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമ്മുടെ മുടി കുറച്ചിങ്ങനെ, അതായത് നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് അതായത് എൻഡ് വരെ വേണം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഞാൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ എന്താ പറയുക മാനേജ് ചെയ്ത് മുടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് ഈ ഒരു നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ട് വായിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്, അതായത് നോർമലി നമ്മൾ ചില ക്രീംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ മോർണിംഗ് എഴുന്നേൽക്കുമ്പം വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അതായത് മോർണിംഗ് എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇവരുടെ ഷാമ്പൂ, കണ്ടീഷണർ, അതോടൊപ്പം തന്നെ ഈ ഒരു നൈറ്റ് ക്രീമും കൂടെ മോയ്സ്ചർ നൈറ്റ് ക്രീമും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 72 hours വരെ മുടിക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 ദിവസമൊക്കെ അത്രയും നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ സിമ്പിൾ 3 സ്റ്റെപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര സിമ്പിളാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ കെയർ എന്നുള്ള കാര്യം ഭയങ്കര എന്താ പറയുക എന്തോ വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യാതെ നമുക്ക് പ്രോപ്പറായിട്ടും എന്താ പറയുക മാനേജ് ചെയ്ത് കെയർ ചെയ്ത് പോകാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് അങ്ങനെ ഹെയർ കെയർ ഒന്നും ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. നോർമലി ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവരുടെ. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലാണ്ട് ഇനിയിപ്പോൾ കുറച്ച് മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുടി ഒട്ടും തന്നെ ഡീഹൈഡ്രേറ്റഡ് ആക്കില്ല. ഡീഹൈഡ്രേഷനൊക്കെ
ഫേസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഹെയർ ഒക്കെ കാരണം വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതോടൊപ്പം നോക്കുകയാണെങ്കിൽ ഫ്രിസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നെ ഡീടാങ്കിൾ അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. മെയിൻലി നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം. ഉള്ള മുടി നല്ല രീതിക്ക് നമുക്ക് മാനേജ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അതെനിക്ക് ഷുവറായിട്ടും റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഹോണസ്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു റിവ്യൂ ഷെയർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നൈറ്റിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലോണം മുടി കോംബ് ചെയ്തിട്ട് അതിനുശേഷം ഈ ഒരു ക്രീം നമ്മുടെ മുടിയുടെ സ്റ്റാർട്ടിങ് ടു അതായത് എൻഡ് വരെ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മുടി നല്ല രീതിക്കൊന്ന് കെട്ടിവെക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രൈഡ് ചെയ്യോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ മുടി പ്രോപ്പർ വേയിൽ നമുക്ക് കെട്ടി വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അതിനുശേഷം രാവിലെ എഴുന്നേക്കും നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക നല്ല മാനേജബിൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒട്ടും തന്നെ ഫ്രിസ് ഇല്ലാത്ത നല്ലൊരു ഹെയർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷുവറായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വിസിബിൾ റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഹെയർ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ചില പ്രൊഡക്ട്സൊക്കെ ഹെയർ കെയർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം പെട്ടെന്ന് എന്താ പറയുക പ്രത്യേകിച്ച് ക്രീമി ടെക്സ്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു കനം എന്തോ ഒരു വെയിറ്റ് പോലത്തെ ഫീലിംഗ് ഉണ്ടല്ലോ, അതൊട്ടും തന്നെ ഇല്ല കേട്ടോ. വളരെ സൂപ്പർ ലൈറ്റാണ്. നമുക്ക് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒന്നും തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ കേസ് ഫേസിലൊക്കെ ആണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ ആണെങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് എന്ന് നോക്കി നടക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ചില പ്രൊഡക്ട്സൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒരു കനം പോലത്തെ ഫീലിംഗ് ഉണ്ട്. സോ ഇതെനിക്ക് അങ്ങനെ ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. അത് ഇവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ വെയിറ്റ് ഫീലിംഗ് ഒന്നും ഇല്ലയെന്ന്. അത് 100% ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ശരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇത്രയും മോയ്സ്ചർ ലെവലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നോർമലി എണ്ണയൊന്നും തേക്കാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ വേയിൽ ഹെയർ കെയർ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. സോ അതൊക്കെ നമുക്കൊരു പരിധി വരെ ഈ ഒരു മോയ്സ്ചർ ഇങ്ങനത്തെ നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതായത് ആ ഒരു ഡാമേജസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു മോയ്സ്ചർ നൈറ്റ് ക്രീമായിട്ടാണ് ഹെയർ നൈറ്റ് ക്രീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കുള്ള മുടിയുണ്ടല്ലോ അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മോയ്സ്ചറൈസേഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും. അതായത് സ്പ്ലിറ്റനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് 3 വർഷത്തെ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 499 രൂപയാണ്. അപ്പോൾ നമുക്കിപ്പം നൈക്കിയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. സോ അവിടെ ഈ ഒരു 499 രൂപ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരില്ല. അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ള യൂസേജ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഓവർനൈറ്റ്, അതായത് നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഇനിയിപ്പോൾ വാഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി അടുത്തായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ കൊടുത്തിട്ടുള്ളത് 4x more മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ അതായത് ഹൈലറോൺ മോയ്സ്ചറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.